CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി സ്ഥാനമേറ്റു. ക്ഷേത്രത്തിൽ 12 ദിവസത്തെ ഭജന കഴിഞ്ഞായിരുന്നു സ്ഥാനമേൽക്കൽ. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് CPM കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും ചേർന്ന് വ്യാപകമായി വയലുകൾ നികത്തുകയാണെന്നാരോപിച്ച് BJP രംഗത്ത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയതായി BJP മെമ്പർമാർ അറിയിച്ചു. പൊന്നൂർക്കുളം മന്നലാങ്കുന്നിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കരാട്ടെ ക്ലബ്ബ് കത്തിനശിച്ച നിലയിൽ. തേച്ചൻപുരയ്ക്കൽ മുഹമ്മദ് സാലിഹിന്റെ ഉടമസ്ഥതയിലുള്ള ഡ്രാഗൺ കരാട്ടെ ക്ലബ്ബാണ് കത്തിനശിച്ചത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പൊന്നൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മനുഷ്യച്ചങ്ങലയും ഫ്ലാഷ് മോബും ബോധവൽക്കരണ പരിപാടികളും നടത്തി. വാഴാനി വടക്കാഞ്ചേരിപ്പുഴയുടെ നവീകരണത്തിന്റെ ഭാഗമായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്തിമഘട്ട പരിശോധന നടന്നു. വേലൂർ പഞ്ചായത്തിലെ തണ്ടിലം, എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽ എന്നിവിടങ്ങളിലാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം നടക്കുന്നത്. സ്വച്ഛ് ഭാരത് മിഷൻ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കായിക വിദ്യാർത്ഥികൾക്കായി ബാസ്കറ്റ്ബോൾ ത്രോ നോക്കൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും പ്രവാസി കൂട്ടായ്മയുടെ പെരുന്നാളാഘോഷങ്ങളും നടന്നു. കുന്നംകുളം തെക്കേങ്ങാടി സെന്റ് മത്യാസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഗീവർഗീസ് തോലത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ക്രിക്കറ്റ് കളിക്കിടെ കുഴഞ്ഞു വീണു മരിച്ച വിനു ഗോപിയുടെ കുടുംബത്തെ സഹായിക്കാൻ കുന്നംകുളം ക്രിക്കറ്റേഴ്സ് സമാഹരിച്ച 1,14,750 രൂപ സഹായ സമിതി ഭാരവാഹികൾക്ക് കൈമാറി. പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ നിന്നും പെരുമ്പിലാവ് ജംഗ്ഷനിലേക്ക് വന്നിരുന്ന കാറും കുന്നംകുളം ഭാഗത്തു നിന്നും മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ചരക്ക് മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ദ്വിദിന ക്യാമ്പ് സമാപിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും സംഘടനയിലെ 75 വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങളെ ആദരിക്കലും സംഘടിപ്പിച്ചു. 87 വയസ്സുള്ള പൗളിൻ തോമസിനെ വയോജന ദിനത്തിൽ സന്ദർശിച്ച് വിദ്യാർത്ഥികൾ. മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പൗളിൻ തോമസിനെ വീട്ടിലെത്തി ആദരിച്ചത്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആചരിച്ചു. CPMന്റെ സമുന്നത നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മരത്തംകോട് അൽ മജ്ലിസ് അജ്മീറുൽ ഫാറൂഖി സ്വലാത്ത് വാർഷികവും ഗ്രാൻഡ് മിലാദ് റാലിയും സംഘടിപ്പിച്ചു. എളവള്ളി പഞ്ചായത്തിലെ നെൽകർഷകർക്ക് സൗജന്യ നെൽവിത്ത് വിതരണം ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ASN നമ്പീശൻ ഹാളിൽ പ്രസിഡന്റ് TM വേണുവിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. NSS വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിനിടയിൽ NSSന്റെ നേതൃത്വത്തിൽ ലഘുഭക്ഷണശാല ഒരുക്കി. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിൽ കായികോത്സവം നാഷണൽ റെസ്ലിംഗ് ചാമ്പ്യനും പൂർവ്വ വിദ്യാർത്ഥിയുമായ MR റയീസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണം നടത്തി. മാലിന്യമുക്ത കേരളം കടവലൂർ പഞ്ചായത്ത് തല ശുചീകരണ പ്രഖ്യാപനവും പെരുമ്പിലാവ് അൻസാർ NSS കോളേജ് വിദ്യാർത്ഥികളുടെ തെരുവു നാടകാവതരണവും നടന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ കായിക താരങ്ങൾക്കുള്ള ജേഴ്സി വിതരണം നടന്നു. പുന്നയൂർക്കുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഒക്ടോബർ 3 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനദ്രോഹ സർക്കാരിനും പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം ലീഗ് പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി അണ്ടത്തോട് സെന്ററിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പുന്നയൂർക്കുളം ആൽത്തറ രാമരാജ UP സ്കൂളിൽ കലോത്സവം ചിലമ്പൊലി 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മദിനം ആചരിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.